പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 അങ്ങനെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ മത്സരം നല്ല വീറോടും വാശിയോടും കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീറും വാശിയുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കുറച്ച് ആൾക്കാരെ വെൽക്കം ചെയ്യാനുണ്ട്, എന്നിട്ട് നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. മധുക്കൾ, ഇനി വരാൻ പോകുന്ന ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ബ്രില്യൻ ബോയ്. ഇനി വരാൻ പോകുന്ന ആൾ എന്ന് പറയുന്നത് 3 പേരുള്ള ആൾ. യെസ്, 3 പേരുള്ള 2-3 പേരുണ്ടല്ലോ ഇവിടെ. ആദ്യത്തെ പേരിൽ ആദ്യത്തെ അക്ഷരം ജി. അപ്പൊ ജി ആണോ? യെസ്. എന്നാ ജെനെ. യെസ്, യു ആർ റൈറ്റ്. എന്തൊരു ബുദ്ധിയാണ് ലെറ്റ്സ് വെൽക്കം ജെനീലിയ ആൻഡ് പ്രൈസൺ ഓൺ സ്റ്റേജ്. നാടൻ പാട്ടിലെ മൈന. മൈന ഇതാണല്ലേ ആ മൈന? ഓക്കെ, നല്ല രസമുണ്ടല്ലോ, ഒരു വെറൈറ്റി. ആണോ ഇടുന്നേ? അല്ല മുമ്പ്, പക്ഷെ കൊറേ നാളെ മുമ്പാണ്. നല്ല രസമുണ്ട്, ഡിഫറെന്റ് ആയ പോലെ തോന്നുന്നു. അപ്പൊ വേറൊരു ജെനീലിയ. അതെ 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 അതെ. എനിക്കൊന്ന് മുടിയൊക്കെ വന്നു പെട്ടെന്ന്, ചിലപ്പോ മുടിയൊക്കെ തോന്നിയടാ എണ്ണ തേക്കുന്നുണ്ടല്ലേ. എവർഗ്രീൻ പാട്ടാ പാടാൻ പോന്നെ. അതെനിക്ക് മനസ്സിലായി. അച്ഛന്റെ സെലക്ഷൻ ആവാനാണ് സാധ്യത. ആണോ? അല്ലല്ല, അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും. വീണ പൂവേ. അത് തന്നെ, അതുകൊണ്ടാണ് വീണ പൂവ്. ഈ വായിക്കുന്ന വീണയാണോ ഉദ്ദേശിച്ചത്? വീണ താഴെ വീണ പോവാ. വീണ പോയി. മീനുട്ടിയെ പറ്റിയുള്ള സിനിമയാ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ഞാൻ ജീവിക്കാൻ ഓരോ നിമിഷം ഓർത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വീണ പൂവെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്. സിനിമ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. അടുത്തത് വർഷം 1974. മ്യൂസിക് MS വിശ്വനാഥൻ സർ. ലിറിക്സ് വയല രാമവർമ്മ സർ. പാടിയത് യേശുദാസ് സർ. ജെനിലി കുട്ടി, കഴിഞ്ഞ പാട്ടിന്റെ ക്ഷീണം ഇപ്പൊ തീർക്കണം. കഴിഞ്ഞ പ്രാവശ്യം കരഞ്ഞില്ലേ? എന്തിനായിരുന്നു? മനസ്സിലായിട്ടുണ്ടോ? എന്തിനായിരുന്നു? അത് ഞാൻ ലിറിക്സ് മാറിപ്പോയുണ്ട്. അങ്ങനെ വീട്ടിലൊക്കെ ഒരുപാട് കരയാറുണ്ടോ? അങ്ങനെ കരയാറില്ല. ആള് ഭയങ്കര സ്ട്രോങ് ആള്. എങ്ങനെയാണ് ഇമോഷൻസ് കൺട്രോൾ? അതാണ് ഞാൻ വിളിച്ചത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആള്. എങ്ങനെയാണ് ഈ സ്ട്രോങ് അത് പോയ സ്ട്രെങ്ത് പോയത്? അത് മാത്രം അന്ന് ചിരിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ കരഞ്ഞത് പെട്ടെന്ന്? അല്ല, എനിക്ക് രണ്ടും ചിരിയും അന്യന്റെ പോലെ ഒരു അല്ലെ വിക്രം അഭിനയിച്ച അന്യൻ സിനിമ. അമ്പിയും റെമോയും പോലെ. അത് ഇത് കേട്ടില്ലേ? അത് വെയിലും മഴയും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് മഴവില്ല് വരുന്നത്. മഴവില്ല് അതുപോലെ എന്തോ ഒരു മഴവില്ല് കിളി പറന്നു പോയതാ. ഇന്ന് എന്തായാലും അടിപൊളി. താങ്ക് യു. കുമാര
എന്തിനായി കൈ? നല്ലോണം പാടി. നല്ലപോലെ പാടിയത് മാത്രമല്ല, അതിനും അപ്പുറം ഞാൻ എന്താ കാണുന്ന വെച്ചാൽ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു ഇംപ്രൂവ്മെന്റ് ഗ്രാഫ് നോക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും മേളിൽ വന്ന് നിൽക്കുന്ന 2-3 പേരിൽ ഒരാളാണ് നമ്മുടെ Yes. ജെനീലിയ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതിന് അപ്ലോസ് എന്ന് പറഞ്ഞാൽ എണിച്ചെന്ന് കഴിക്കണം നമ്മൾ. Yes. Thank you, sir. സൂപ്പർ സൂപ്പർ. Thank you, sir. ഈ സ്റ്റാൻഡിങ് ഒവേഷൻ എന്ന് പറയുന്നത് അതൊരു വേറൊരു ഡിഗ്രിയാണത് ശരിക്കും. അത് വലിയൊരു റെസ്പെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനും ഇഷ്ടംപോലെ സ്റ്റേജുകളിൽ ഇതുപോലെ എണിച്ചെന്ന് കൈയടിച്ചിട്ടുണ്ട്. ദിസ് ഇസ് വൺ ഓഫ് ദോസ് മൊമെന്റ്സ്. Thank you, എൻ്റെ ഒരു sir. കുഞ്ഞു മകൾക്ക് അങ്ങനെ എണിച്ചെന്ന് കൈയടിക്കാൻ പറ്റുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. Thank you, sir. ബിക്കോസ് യു ഡിസേർവ് എ പാറ്റ് ഓൺ ദ ബാക്ക്. അതാണ് അല്ലേ മധു? തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തി വീണ്ടും Thank you, sir. ഒരു കംബാക്ക്. യെസ് ഡെഫിനറ്റ്ലി. വളരെ മനോഹരമായിട്ട് പാടി. വളരെ Thank you, വളരെ sir. വളരെ മനോഹരമായിട്ട് പാടി. Thank you, sir. തുണ്ടുപല്ലവിയിലെ വീണ പൂവേ നിർത്തിയില്ല അനുപല്ലവിയുടെ. ആ. അതും കുറച്ചൊന്ന് പെർഫെക്ഷൻ ആണെന്ന് എനിക്കത്. അത് ശ്വാസം കിട്ടാത്തതുകൊണ്ട് തന്നെയാണെന്നാണ്, അത് തന്നെയാണെന്നാണ് എൻ്റെ അവിടെയും അത് തന്നെയാണ് പ്രശ്നം എന്നാണ് എൻ്റെ നിഗമനം. ദാരാ, താരാ. അത് കേട്ടോ. പിന്നെ തോന്നിയത് കൽപ്പദ്രുമത്തിന്റെ അതെങ്ങനെ വസന്ത കഴിഞ്ഞിട്ട് വസന്തത്തിലകമാക്കി കവികൾ ആശാൻ പിന്നിലെ കൽപ്പദ്രുമത്തിന്റെ കൊമ്പിലെ ദ്രുമത്തിന്റെ വിണ്ണിലെ കൽപ്പദ്രുമത്തിന്റെ കൊമ്പിലെ. അത് ആ നോട്ട് കറക്റ്റ് ആയിട്ട് വീണില്ല, നേരത്തെ ടേക്കില് കേട്ടോ. പിന്നെ വാടാമലരാക്കിയും കൂടി. വാടാമലരാക്കി വാടാ വാടാ വാടാമലരാക്കി yes. വാടാമലരാക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ഇംപ്രൂവ്മെന്റ് എന്ന്. യെസ്. ഇതെങ്ങനെ ഇത് പാളി പോവാവുന്ന സ്ലിപ്പായി പോവാവുന്ന ഒരു സംഗതിയാണ്, വളരെയധികം ചാൻസ് ഉള്ള ഒരു ചാൻസ് ഉള്ള സംഗതിയാണ്. അതാണ് ഇപ്പൊ എം ജെ പറഞ്ഞത് ഇംപ്രൂവ്മെന്റ്. യെസ്. Thank you, sir. പണ്ട് നേരത്തെ ഇവിടെ അല്ല, ആദ്യം വന്നപ്പോ ഈ സംഗതി പാടാൻ ഒരു സാധ്യതയില്ല. അതെ, തലകുത്തി നിന്നാലും ചിലപ്പോ പാടി ആ ജനീലിയ കുട്ടിയാണ് ഇന്നിപ്പോ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കേട്ടോ. ഇത്രയും ഇംപ്രൂവ്മെന്റോട് കൂടി ഇവിടെ നമ്മുടെ മുമ്പിൽ നിന്ന് കോൺഫിഡൻസോട് കൂടി പാടുന്നത്. വെരി ഗുഡ്. താങ്ക് യു സർ. ഭയങ്കര അതിന്റെ കയ്യടി, ഒരു പകുതി കയ്യടി ആ അച്ഛനും കൂടി ഇരിക്കട്ടെ. പകുതിയല്ല, ഫുള്ള് കൊടുത്തേക്കാം. എന്നാ ഫുള്ള് കൊടുത്തേക്കാം അല്ലേ? അങ്ങോട്ടേക്ക് കൊടുക്കാം. ഓക്കെ, എന്നാ ഫുള്ള് അച്ഛൻ തന്നെ കൊടുത്തേക്കാം. ഞാനിങ്ങനെ ജനീലെ കുട്ടിയിൽ കാണുന്നതേ ഇംപ്രൂവ് ചെയ്ത് ജനീലെ കുട്ടിയുടെ തനതായിട്ടുള്ള ഒരു രീതി, പാടാൻ പറ്റുന്ന ഒരു രീതി ഡിസ്കവർ ചെയ്യുന്നതിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുക. എവിടെയൊക്കെയോ ഈ പാട്ട് ദാസർ പാടിയതാണെങ്കിലും ജനീലെ കുട്ടിയുടെ എലിമെന്റ്സ് അതിലോട്ടേക്ക് ചെറുങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് അത് ആലോചിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു എന്താ പറയാ, നല്ല പ്രോഗ്രസ്. ആ പ്രോഗ്രസിന്റെ പടികൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാലേ നമുക്ക് സ്വയം ഡിസ്കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കവറിയുടെ ഒരു സ്റ്റേജിലോട്ടേക്ക് ഇങ്ങനെ ജനീലെ കുട്ടി ഇങ്ങനെ പടി കയറി പോകുന്നതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ വലിയൊരു എവിഡൻസ് ആണ് ആക്ച്വലി ഈ പാട്ട് എന്ന് പറഞ്ഞത്. അതിനെനിക്ക് ഒരു സംശയമില്ല. ഞാൻ വിചാരിക്കും ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ആയി, ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നു. ശരിക്കും അത്ഭുതമാണ് കേട്ടോ, ശരിക്കും അത്ഭുതമാണ് ജനീലെ കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. മിടുക്കിയായിട്ട് പാടി. അപ്പൊ ബ്രെത്തിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് വർക്ക് ചെയ്താൽ മതി, ബാക്കിയൊക്കെ മിടുക്കിയാണ്, നല്ല രസമാണ്. ഇന്ന് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് ആ ഇൻഡിവിജ്വാലിറ്റീന്റെ ആ ഒരു സംഭവമാണ്. ജനീലയായിട്ട് നിന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്, അങ്ങനെ അങ്ങ് പറന്നു പോകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജനീലക്കുട്ടി, ഞാൻ ഈ പാട്ടിനെ പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു 1907, അതായത് ഏകദേശം 119 വർഷങ്ങൾക്ക് മുമ്പേ മലയാളത്തിന്റെ കവിതയുടെ ആശാനായിട്ടുള്ള കുമാരനാശാൻ എഴുതിയ കവിതയാണ് വീണപ്പൂവ്. ഒരു കവിതയെ പറ്റിയുള്ള പാട്ടാണ്.
അങ്ങനെ അധികം പാട്ടുകളില്ല. അതില് ഇങ്ങനെയാണ് തുടങ്ങുന്നെന്ന്. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ എന്നാണ് എൻ്റെ ഓർമ്മ. പണ്ട് എൻ്റെ പരമേശ്വരമുള്ള സാർ ഇത് പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്താ വെച്ചാ ഇറ്റ് ഈസ് അബൌട്ട് ലൈഫ് സോ ട്രാൻഷ്യന്റ്. ഒരു പൂവ് ഇങ്ങനെ വിടർന്ന് രാജ്ഞിയെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ പൂവ് അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്കും അത് താഴെ കിടക്കുന്നു, വീണു പോകുന്നു പൂവ്, അല്ലേ? അതുപോലെ മനുഷ്യന്റെ ജീവിതം അതുപോലെയാണ്. അപ്പൊ അങ്ങനെയാണ് ആശാൻ ആ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ ആശാൻ കാണുന്നത്. ആ കാഴ്ച എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. നമുക്ക് അടുത്ത നിമിഷം എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത വെറും ഒരു യാത്രയാകുന്നു ജീവിതം എന്ന് കൊണ്ടുവരുന്ന ഭൂവിൽ അസ്ഥിരം, അതായത് ഇവിടെ ഈ ഭൂമിയിൽ ഇത് സ്ഥിരമല്ല, അസ്ഥിരം ആണ് ഈ ജീവിതം എന്നുള്ളതാണ്. അത് അത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോ ശരിക്ക് വീണ ഒരു പൂവിനെ കുറിച്ചാണ് പാടുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വീണ പൂവേ എന്ന് പാടിക്കഴിഞ്ഞാൽ വീണുപോയ ഒരു പൂവിനെ പറ്റിയായിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഇത് ശ്രദ്ധിക്കുമ്പോ വീണ പൂവേ എന്ന് പാടുന്നത്. എന്തുകൊണ്ടാണ് അത് മേളിൽ പാടുന്നത്? കാരണം നമ്മളിവിടെ പറയുന്നത് ആ കവിതയെ കുറിച്ചാണ്. ആ കവിത അതിന്റെ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ എന്നും ഉത്കൃഷ്ടമായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന കവിതയാണ്. ആ കവിതയെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും അവസാനം വീണ പൂവെന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്? അതിലും ഹൈറ്റിലാണ്. എന്ന് പറഞ്ഞാൽ എന്നും എക്കാലത്തും ലോകത്തിന് കാഴ്ച കൊടുക്കുന്ന ഈ ജീവിതത്തിന്റെ ഒരു കവിത എന്നത് വീണ പൂവാണ് എന്ന് വയലാർ പറയാം. അതായത് പരസ്യത്തിന്റെ ഒക്കെ ഒരു വേർഡ് ഇല്ലേ, അഡ്വർടൈസ്മെന്റിന്റെ, അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കും. അതുപോലെ ഒരു കവിതയുടെ പേരാണ് വീണപ്പൂവേ. അവസാനം സിനിമയിൽ ടൈറ്റിൽ വന്നിക്കൂലേ, അതുപോലെയാണ്. അത് പാടി അവസാനിപ്പിക്കാം. ശുഭം. അതാണ്, അങ്ങനെയാണ് വരണത്. ബാക്കി പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും 1-2 ആഡ് ചെയ്യാനുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇംപ്രൂവ്മെന്റ് ഫാക്ടറിന്റെ താഴെ ഉള്ളൂ അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സുപ്രിച്ച മറന്നു. അപ്പൊ നമ്മുടെ സുപ്രിച്ചനാകുന്ന ജനീലി കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 98 out of 100. താങ്ക് യു സർ. ഇതുകൊണ്ടൊന്നും നമ്മുടെ പൂവിനെ ഫുൾ വിരിയിക്കരുത്, 100 അടിച്ചിട്ട് വിരിയിക്കാവുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Bye, good night. അല്ല, എനിക്ക് കൊതിയാവുന്നു കേൾക്കാൻ. എന്തിനാ കൊതിയാവുന്നത്? കുറെ നേരമായി മെലഡിയും എവർഗ്രീനും കേട്ടോണ്ടിരിക്കുന്നു. പെർഫോമൻസ് റൗണ്ട് വേണം. നിർബന്ധാണോ? നിർബന്ധമാണ്. നിർബന്ധാണെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കാൻ പോവാണ്. പെർഫോമൻസ് റൗണ്ടുമായിട്ട് മൈഥിലി കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം മൈഥിലി കുട്ടി ഓൺ സ്റ്റേജ്. സ്പെഷ്യൽ ആയിട്ട് ആര്യ ചേച്ചിക്ക് വേണ്ടിയാണ്. ഈശ്വര, ഞാൻ വിചാരിക്കുന്ന പെർഫോമൻസ് ആവണേ. ഇതുവരെ കാണാത്തൊരു മൈഥിലി കുട്ടി. അങ്ങനെ തന്നെയാണ്. അല്ല, ഇതുവരെ കാണാത്തൊരു മൈഥിലി കുട്ടി. മൈഥിലി ഒന്നും പറയണ്ട, പാടിക്കോ. എനിക്ക് കൊതിയാവുന്നു കേൾക്കാൻ വേണ്ടി. ഏത് പാട്ടാന്ന് പറ. നീമായല്ലേ എൻ മഴവില്ലേ അവിടല്ലേ? ഓ, ഇത് പറയണ്ടോ? മൈഥിലി അല്ലേ? അതെ. ആണോ? ഒരു സംശയം. അതെ. ഇപ്പൊ എവിടെ വന്നു? ഇപ്പൊ ഇവിടുന്ന് വന്നു. ഇപ്പൊ ഈ വേഷം കണ്ടപ്പോ തോന്നിയ വേറെ എവിടെ നിന്ന് വന്നു? പാലേന്നല്ലേ? അല്ല, ഇപ്പൊ അമ്മ പാലമരത്തിന്ന്. ഓ, തമാശ. രണ്ടുപേരും സ്വർഗം തേടി വന്നോരേ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഏതോ പാട്ടാണെന്ന് വിചാരിച്ചു. നീ മായല്ലേ മഴവില്ലേ. ഭയങ്കര രസമാണ്, റിതമിക്കാണ് കേട്ടോ. അസലായിട്ട് പാടാൻ പറ്റട്ടെ. ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. സിനിമ തടവറ, വർഷം 1981, എഴുതിയത് സത്യനന്ദിക്കാട് സാർ, മ്യൂസിക് A.T. ഉമ്മർ സാർ, പാടിയത് വാണിയമ്മ. സത്യൻ സാർ ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് എഴുതിയിട്ടുണ്ട്. രവീന്ദ്രൻ മാസ്റ്ററുടെ ആദ്യത്തെ പാട്ട് താരകെ മിഴിതളിൽ കണ്ണീരുമായി എന്നുള്ള പാട്ട്, പിന്നെ ഒത്തിരി പാട്ടുകളുണ്ട്. ഇപ്പൊ വെറുതെ ഒരു പിണക്കം എന്നുള്ള സിനിമയിൽ മനസ്സേ എന്നുള്ള പാട്ട്, പിന്നെ നമ്മള് ഇല്ലിക്കാടും ചെല്ലക്കാറ്റും, അങ്ങനെ എത്രയോ ബ്യൂട്ടിഫുൾ സോങ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പാടണം. സൂപ്പർ ആക്കട്ടെ. തകർക്കണം കേട്ടോ. ഒന്നും നോക്കണ്ട, കിടിലൻ പെർഫോമൻസ് ആയിരിക്കണം. ഓക്കെ.
നമ്മുടെ മൈഥുനെ ആരും മായ്ക്കാൻ നോക്കണ്ട, മറയ്ക്കാൻ നോക്കണ്ട, നടക്കൂല. പൂർണ്ണ ചന്ദ്രികയല്ലേ, പിന്നെ എങ്ങനെയാണ് അല്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാനല്ലേ? നല്ല അതെ, അതെ, അതെ. രസമുണ്ടായിരുന്നു. ആ തിളങ്ങുന്ന ഇങ്ങനെ മൊത്തത്തിലൊരു തിളക്കം. വെരി ഗ്രേസ്ഫുൾ മൊമെന്റ്സ്. അതുപോലെ തന്നെ പാട്ടും റിതമിക്കായിട്ട് പാടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ. ഈ പാട്ടിന് അങ്ങനെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. എപ്പോ കേട്ടാലും ഏത് കാലത്ത് കേട്ടാലും ഇങ്ങനെ അതിനിടയിൽ അതുണ്ട്. ഭയങ്കര രസം. നീ മായല്ലേ എൻ മഴവില്ലേ ഇത് മധുവിധു നാളല്ലേ ഇൻ പ്രഭയല്ലേ രതിഭാവവുമായി ഉലകം ചെറിയുന്നു. അപ്പൊ ഈ ഋതത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഭയങ്കര രസമാണ്. പ്രത്യേകിച്ചും ഹിന്ദി സോങ്സ് ഉണ്ട്. ഈ പാട്ടില് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പ്രഭയാകെ എന്ന് എല്ലാവരും പാടിക്കൊണ്ടിരുന്നത്, അത് പ്രഭ. ശരി പറഞ്ഞാൽ ആ ഋതത്തിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് അഭ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്ഥലമില്ല ശരിക്ക്. പക്ഷെ അങ്ങനെ തന്നെ പാടണ്ടേ? പ്രഭ ഒന്ന് പഠിക്കാം, ഒന്ന് പാടാമോ? നീ മായല്ലേ എൻ മഴവില്ലേ ഇത് മധുവിധു നാളല്ലേ നിൻ പ്രഭയല്ലേ രതിഭാവവുമായി പുളകം ചെറിയുന്നു. മായല്ലേ ലേ, അതില്ലേ ലേ, അത് കുറച്ചും കൂടെ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? നീ മായല്ലേ എൻ മഴവില്ലേ ഇത് മധുവിധു നാളല്ലേ നിൻ പ്രഭയല്ലേ രതിഭാവവുമായി പുളകം ചെറിയുന്നു. അത് കൊള്ളാം. പിന്നെ എനിക്ക് ഈ തൂമഞ്ഞും ചന്ദ്രികയും മണിയറ തീർക്കുന്നു പറഞ്ഞില്ലേ, അത് ഋതത്തിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. തൂമഞ്ഞും തരരാറ്റ, അത് അങ്ങനെ അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. അത് പാടിയത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വികാരം ശ്രുതി മീട്ടും, അത് പാടാമോ? വികാരം ശ്രുതി മീട്ടും തന്ത്രികൾ ഉണരുമ്പോൾ ലയമേകും മേനിയിൽ നിൻ കൈവിരലോടുമ്പോൾ. അപ്പൊ ഒറിജിനലി പാടിയപ്പോഴത്തേക്ക് അവിടെ ഒരു ശ്രുതി മീട്ടും എന്നുള്ളിടത്ത് ശ്രുതി പോയി, അതെ, പറന്നുപോയി. അത് ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് ശ്രുതി കുറച്ച് ഇടങ്ങളിൽ കൃത്യതയിൽ വന്നില്ല. വെരി എൻഡിൽ നിർത്തിയില്ലേ, അവിടെയും ശ്രുതി ചേരാതെയാണ് നിന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള എക്സൈറ്റ്മെന്റ് ആണ്. ഈ പാട്ടിന് നമ്മൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലാണ് ഇത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ എക്സൈറ്റ്മെന്റിന്റെ തലം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ലെവല് കൂടിപ്പോയി. ആ ഗ്രൂവ് നല്ലതാണ്, പക്ഷെ ഓൺ ദ ഡോട്ട് പിച്ചിൽ വരില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അത് ഒന്ന് ഷാർപ്പ് ആവാൻ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് നമ്മൾ കുറച്ചൊരു ഡൗൺ ആണെങ്കിൽ അത് ഫ്ലാറ്റ് ആവാനും സാധ്യതയുണ്ട് ശ്രുതി. അപ്പൊ മനസ്സുമായിട്ട് ഈ ശ്രുതി ചേരലിന് ഒരുപാട് ബന്ധമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതെല്ലാം മനസ്സിലല്ലേ നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ കാണുന്നു, ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ എക്സൈറ്റ്മെന്റ് നമ്മുടെ പെർഫോമൻസിൽ വേണം, പക്ഷെ പാടുമ്പോഴത്തേക്കും അതിന്റെ മ്യൂസിക്കാലിറ്റി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഫോക്കസ് എങ്ങനെ വേണം, നമ്മൾ മനസ്സൊരു ഇക്വിലിബ്രിയത്തിൽ ആവണം. ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് മേളിലോട്ട് പോകുമ്പോഴത്തേക്കും ചില ഇടങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. കിട്ടി പോയി എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ എക്സൈറ്റ്മെന്റ്, ആ പാഷൻ, അതിലുള്ള ഡെഡിക്കേറ്റഡ് എഫേർട്സ്, അത് ഗ്രേറ്റ് ആണ്, സംശയമില്ല. അതൊന്ന് നമ്മൾ നിയന്ത്രിക്കണം. അതാണ് നമ്മൾ കയറൂരി വിടാൻ പാടില്ല എന്നർത്ഥം മനസ്സിനെ കേട്ടോ. ഓക്കെ, മൈഥിലി കുട്ടി എന്തോ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. മിടുക്കിയായിട്ട് പാടി. എനിക്കും ഈ പറഞ്ഞ പോലെ പിച്ച് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, മൈഥിലി കുട്ടിക്ക് കുറച്ചും കൂടെ ഹൈ പോകുന്ന ഒരു ശബ്ദമല്ലേ, നമുക്കൊന്ന് പിച്ചൊന്ന് കേറ്റി നോക്കാം കുറച്ചും കൂടെ. നീ മായല്ലേ എൻ മഴവില്ലേ ഇത് മധുവിധു നാളല്ലേ നിൻ പ്രഭയല്ലേ രതിഭാവവുമായി പുളകം ചെറിയുന്നു. അനുപല്ലവി, അനുപല്ലവി. നിലാവിൻ പൂങ്കവിളിൽ തെന്നൽ തഴുകുമ്പോൾ കിനാവിൻ മുദ്രകൾ പോൽ ചുംബനമേകുമ്പോൾ. ആഹാ, ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മൈഥിലി കുട്ടിയുടെ ആ വോയിസിന് പ്ലേ അറൗണ്ട് ചെയ്യാൻ കുറച്ചും കൂടെ സ്പേസ് കിട്ടിയ പോലത്തെ ഒരു ഫീൽ വരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതിന്റെ ഒരു ഫൺ എലിമെന്റ് ഇല്ലേ ആ പാട്ടിന്റെ, ആ ഒരു ഫൺ ഡിസ്കോ, ആ ഒരു ജോളി മൂഡ് കുറച്ചും കൂടെ ആ സ്കെയിൽ ഒന്ന് അപ്പ് ചെയ്തപ്പോൾ ഇപ്പോഴാണ് എനിക്കത് ആക്ച്വലി അത് കിട്ടിയത്. ആ വോയിസിന് ഞാൻ ആദ്യം വിചാരിച്ചു ആ ഒരു പവർ കുറഞ്ഞതാണ്, അല്ലെങ്കിൽ ടെമ്പോ നോക്കുമ്പോൾ ടെമ്പോ താളത്തിൽ പോകുന്നുണ്ട്, പവർ കുറഞ്ഞാണോ? അല്ല, പവർ കുറഞ്ഞല്ല. ഞാൻ നോക്കുമ്പോൾ ഓക്കെ പിച്ച് ചിലപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ശരിയായിരിക്കും എന്തോന്ന് എനിക്കൊരു തോന്നൽ. അതിപ്പോൾ പാടി കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അത് കറക്റ്റ് നമ്മൾ ആ പിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വോയിസിന് അവിടെ അത് ആ രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ.
കറക്റ്റ് ആ ഒരു മസിലല്ലേ അതിങ്ങനെ വലിഞ്ഞു മുറുകി ടൈറ്റായ ആ ഒരു നോട്ട് കൃത്യമായി വരണമെങ്കിൽ നമ്മൾ കൃത്യമായ പിച്ച് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അത് മാത്രമാണ് ഒരു സജഷൻ. പിച്ചപ്പ് ചെയ്യാറുന്ന ഒരു സജഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. കിഡ്ലം പെർഫോമൻസ്, നല്ല നല്ല സ്റ്റെപ്സ്, നല്ല രസമുള്ള കോസ്റ്റ്യൂം, എനിക്ക് അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇത് ഒറിജിനൽ പിക്ചറാണോ പാടിയ മൈഥിലിക്കുട്ടി? അല്ല, അരനോട്ട് കൂട്ടിയായിരുന്നു. അരനോട്ട് കൂട്ടി. പിന്നെയും വേണമെങ്കിൽ കൂട്ടാമെന്നാണ് കൂട്ടായിരുന്നു ഈ തെളിയിച്ചത്, ഇപ്പൊ പാടി സാധ്യത തെളിയിച്ചത്. കാണുന്നത് പാടുമ്പോൾ. അപ്പൊ ഇനി എപ്പോഴും പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എത്ര ഹൈ പിച്ച് വരുന്നുണ്ട്, എത്ര ലോ പിച്ച് വരുന്നുണ്ട്, ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകുന്നുണ്ടോ, ഇത് കുറച്ചും കൂടി ഇതിപ്പോ പിച്ച് കൂട്ടും തോറും പാട്ടിന് തലയെടുപ്പ് കൂടും, പിച്ച് താഴ്ത്തും തോറും ഇത് ഇടിഞ്ഞു പോകും. അതിന്റെ ഒരു എന്താ പറയാ പ്രഭ എന്ന് പറയാൻ വേണമെങ്കിൽ കൂട്ടും തോറും അതിനൊരു തലയെടുപ്പ് കൂടും. അപ്പൊ കംഫർട്ടബിൾ ആയിരിക്കണം എന്ന് മാത്രം ശ്രുതി കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം ഈ അടുത്ത പാട്ടൊക്കെ വന്ന് പാടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പൊ എനിക്ക് ഇന്നും തോന്നി കുറച്ച് ശ്രുതി അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ തോന്നി. ചില നല്ല ഭാഗങ്ങളുണ്ട്, ഭൂരിഭാഗം നന്നായിട്ട് പാടി കേട്ടോ. ഭൂരിഭാഗവും പല ഭാഗങ്ങളും വളരെ നന്നായിട്ടാണ് മൈഥിലിക്കുട്ടി പാടിയത്. പക്ഷെ ഇന്ന് കുറച്ച് ശ്രുതി ഒരു ശത്രുവായി കാണുന്നു കേട്ടാ. അവിടെയൊക്കെ പ്രത്യേകിച്ച് പുളകം, ഫസ്റ്റ് പല്ലവിയിൽ പുളകം ചൊരിയുന്നു, അത് കുറച്ച് പിച്ച് ഔട്ടായിരുന്നു. പിന്നെ പ്രഭയല്ലേ, പ്രഭ അതിന്റെ അക്ഷരം. പിന്നെ എനിക്ക് ലാസ്റ്റ് പല്ലവിയിൽ രാവുണർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ 2 തവണയും കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഫിനിഷ് ചെയ്തത് കുറച്ച് പിച്ച് ഔട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ പിച്ചിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആര്യ പറഞ്ഞില്ലേ അത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി തിരഞ്ഞെടുക്കുക. ഒറിജിനൽ ശ്രുതിയിലേക്കാളും കുറച്ച് കൂടുതലാണെങ്കിലും കേൾക്കാൻ നല്ലതായിരിക്കും ഒരു പക്ഷെ നിങ്ങളൊക്കെ കുട്ടികൾ പാടുമ്പോ. ഓക്കെ, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഞാൻ ഇപ്രാവശ്യം പുതിയ സ്കൂളിലേക്ക് ചേർന്നു. അതെവിടെയാ? അത് എന്റെ വീടിന്റെ അടുത്ത്. അല്ല, പാലായിലല്ല. പിന്നെ ഇത് എന്റെ അമ്മ വീടിന്റെ അടുത്ത്. അതെവിടെയാ? അത് മുട്ടുചിറ എന്ന് പറയും. മുട്ടുചിറ എനിക്കറിയാം. അവിടെ സെന്റ് ആഗ്നസ് അത് ഈ ഏറ്റുമാനൂർ എത്തുന്നതിന് മുമ്പല്ലേ? അവിടെ മുട്ടിയറ ഒരു ആശുപത്രി ഇല്ലേ, അതിന്റെ അടുത്തായിട്ടാ. എനിക്ക് കറക്റ്റ് അറിയില്ല, ഒറ്റത്തോണേ പോയുള്ളൂ അവിടെ. ഒരു പ്രാവശ്യം പോയുള്ളൂ. ഞാൻ ഓരോ വർഷം ഓരോ സ്കൂൾ. അയ്യോ, എന്നിട്ട് എല്ലാവരും കണ്ടുപിടിച്ചോ ഇത് മൈഥിലിക്കുട്ടിയാണ് ഫ്ലവേഴ്സിൽ പാടുന്നതാണെന്നൊക്കെ? ടോപ്പ് സിംഗറിൽ ഒറ്റ പ്രാവശ്യം പോയുള്ളൂ. അതിനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല. So Maithu going to be awarded 97 on 100 today. മൈഥിലിക്കുട്ട, മത്സരം വീണ്ടും ടഫായിക്കൊണ്ടിരിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവണം കേട്ടോ. പുതിയ സ്കൂളൊക്കെയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. റൗണ്ടും പുതിയതാണ്, അതിനുവേണ്ടി കുറച്ചുകൂടെ ഹാർഡായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. മധു അങ്കിൾ, ഇപ്പൊ നമ്മുടെ ശിവകാമി കുട്ടിയാണ് വരാൻ പോകുന്നത്. ഇന്ന് ശിവകാമി കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാര്യം എന്താണെന്നറിയോ? ഇന്ന് ശിവകാമി കുഞ്ഞിന്റെ പാട്ട് കേൾക്കാനായിട്ട് കുറച്ച് സ്പെഷ്യൽ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ആരാണ് നമുക്ക് ശിവകാമിയും കൂടി വന്നിട്ട് ചോദിക്കാം. അപ്പൊ ലെറ്റ്സ് വെൽക്കം നമ്മുടെ ശിവകാമി കുട്ടി ഓൺ സ്റ്റേജ്. ഉഗ്രനുടുപ്പ്, നല്ല കളറ്. മിനുകൂടെ 2 പെർഫോമൻസസ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ലിങ്കർ ചെയ്ത് നിൽക്കുന്നുണ്ടേ. പനിനീര് പെയ്യും നിലാവിൽ എന്നുള്ളതും, പിന്നെ രാമായണ കാറ്റയും. രണ്ട് ജനുസിലുള്ള പാട്ടുകളാണ്. 2 തകർത്ത്. അപ്പൊ ഇന്ന് ഏതാണ് തകർക്കാൻ പോണേ? സൂര്യകാന്തി. വാട്ട് എ സോങ്. അപ്പൊ ഇന്ന് ശരിക്കും തകർക്കുമല്ലോ. ഇന്ന് ഉറപ്പല്ലേ? ഉറപ്പായിട്ടും അത് കേൾക്കാനായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ്. എന്റെ പേര് കിഴക്കേൽ മാത്യു. ഞാൻ ഫിലാഡൽഫിയയിലാണ്. ഞാൻ കുറച്ച് 13 ക്രിസ്ത്യൻ പാട്ടുകൾ എഴുതി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6 കോമഡി പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്, നയോമി ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അത് ഈ പുള്ളിക്ക് ഞാൻ പണിത് കൊടുത്തതാണ്. മ്യൂസിക് കമ്പോസർ ആണ്. എന്റെ മ്യൂസിക് എല്ലാം ചെയ്യുന്ന പുള്ളിയാണ്. എന്റെ പേര് സന്തോഷ് കാങ്ങഴ എന്ന് പറയും. അവര് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫ്രാൻസിയും അതുപോലെ മുരളിജി ആയിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ഫ്രാൻസ് ചേട്ടനും മുരളിച്ചേട്ടനൊക്കെയാണ് വായിക്കുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്നേഹബന്ധമുണ്ട്, പരിചയമാണ്. ഓക്കെ. അപ്പൊ ശിവകാമി കുട്ടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ് സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ മാത്യു സാർ അവിടെ ഇരുന്ന് കാണാറുണ്ടോ? ഞാൻ നിങ്ങളുടെ 1 തൊട്ട് 6 വരെ കണ്ടു. ഇപ്പോഴത്തെ 6ന്റെ 191 വരെ കണ്ടു. ഇപ്പൊ എനിക്ക് സമയമില്ലാത്ത ഇന്നലെ ലാപ്ടോപ്പ് ഞാൻ 191 വരെ കണ്ടു. അത്ര ഇഷ്ടമാണ് ശിവകാമിക്കുട്ടിയുടെ പാട്ട്. നേരിട്ട് കേൾക്കാൻ എത്തി. മാത്രമല്ല മാത്യു സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ. അതിന് പ്രത്യേകം നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് സൂര്യകാന്തി ഡീറ്റെയിൽസ് പ്ലീസ്. സിനിമ കാട്ടുതുളസി, സംഗീതം MS ബാബുരാജ് സാറ്,
വരികൾ വയലാർ രാമവർമ്മ സാറ്, വർഷം 1965, പാടിയത് എസ് ജാനകിയമ്മ. വെരി ഗുഡ്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ ഡ്രസ്സ് മേടിച്ചു തന്നത് ചാവർഗോഡ് തനിമ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ബിലാലങ്കളും ഹാരിഫങ്കളുമാണ് എനിക്ക് ഈ ഡ്രസ്സ് മേടിച്ചു തന്നത്. ഹാരിഫങ്കളിനും പിന്നെ ബിലാലങ്കളിനും പിന്നെ അവരുടെ കുടുംബത്തിനും ഒരു ഹായ് കൊടുക്കണേ. ഓക്കെ, ബിലാലങ്കളിനും ആരിഫങ്കളിനും അവരുടെ കുടുംബത്തിനും ഞങ്ങളുടെ ഹായ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജാ പുഷ്പവുമായി നീ തേടുവതാരേ, ആരേ തേടുവതാരേ, ആരേ. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, ദേവതാരുവിൻ തണലിലുറങ്ങും താപസകന്യക നീ, ദേവതാരുവിൻ തണലിലുറങ്ങും താപസകന്യക നീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ. ആരുടെ കനകമനോരഥമേറി, ആരുടെ രാഗപരാഗം തേടി, ആരുടെ കനകമനോരഥമേറി, ആരുടെ രാഗപരാഗം തേടി, നീലഗഗനവനവീഥിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായ നാഥൻ, നീലഗഗനവനവീഥിയിൽ നിൽപ്പൂ നിഷ്പ്രഭനായ നാഥൻ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, ആരേ സ്വപ്നം കാണുവതാരേ. വെരി നൈസ്, വെരി നൈസ്. സൂപ്പർ സൂപ്പർ. മീൻകുട്ടാ, എന്തോ ചില റെൻഡിഷൻസ് കഴിയുമ്പോഴത്തേക്കും നമുക്കെന്തോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ലംപ് ഇൻ ദ ത്രോട്ട് പോലെയാണ്, ഒന്നും മിണ്ടാൻ പറ്റാത്തായിപ്പോ. സ്പെൽ ബൗണ്ട് ആയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ പാട്ടിനോടുള്ള എത്രയോ ഡെക്കേഡ്സ് ആയിട്ടുള്ള ഒരു ഇഷ്ടം നമുക്കുണ്ട്. എൻ്റെ ജനറേഷനിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ മധു? തീർച്ചയായിട്ടും അതെ. ആര്യയുടെ ജനറേഷനിലോട്ടും അത് പകർന്ന് വന്നിട്ടുണ്ട്. ഈവൻ മീനൂട്ടിക്ക് പോലും അത് പകർന്നു വന്നിട്ടുണ്ട്. അതിന്ന് കുഞ്ഞിലേക്കും പകർന്നു പോകുന്നു. അപ്പം നമ്മുടെ ഒരു സിനിമാ സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യം നമുക്ക് കാണാൻ പറ്റും. അന്ന് ജാനകിയമ്മ പാടിയത് തൊട്ട് ഇപ്പൊ ശിവഗാമി കുഞ്ഞ് പാടുന്നത് വരെ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജാ പുഷ്പവുമായി നീ. എനിക്ക് തോന്നുന്ന ഈ പാട്ട് ഇപ്പൊ ശിവഗാമി കുഞ്ഞ് പാടുമ്പോഴത്തേക്കും എൻ്റെ ഫീൽ എന്ന് പറയുന്നത് ഇതാണ്: ഇതുവരെ പാടിയ എല്ലാ പാട്ടുകാരെയും, ഈ പാട്ട് പാടിയ എല്ലാ പാട്ടുകാരെയും
ഈ പാട്ട് മറന്നു പോകുന്നു ശിവകാമി കുഞ്ഞ് പാടുമ്പോൾ. കാരണം എന്താ? ശിവകാമി കുഞ്ഞിന്റെ പ്രായമാണ് 5ാം ക്ലാസ്, 10 വയസ്സ്. 10 വയസ്സിൽ ഈ പാട്ട് ഇങ്ങനെ പാടുക എന്നത് അൺബിലീവബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ചിന്ത വേണം. ഇത് പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അത് നമ്മുടെ ശിവകാമി കുഞ്ഞിന് അസാധ്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി സ്നേഹം എൻ്റെ കുഞ്ഞുമകളെ. ആദ്യത്തെ ആ ഹമ്മിങ് തന്നെ, അത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്ന് പറയാനായിട്ട് തോന്നി. എനിക്ക് കണ്ണ് തുറന്നു വയ്ക്കാൻ പറ്റിയില്ല. കാരണം ഈ കാഴ്ചകളൊന്നും എനിക്ക് കാണണ്ട. എനിക്ക് ശിവകാമി കുഞ്ഞിന്റെ പാട്ട് മാത്രം കേട്ടാൽ മതി ഞാൻ കണ്ണടച്ച് കേട്ടോണ്ടിരുന്നു. ശരിക്ക് അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് കയറുന്ന, അതായത് നമ്മുടെ ശിവകാമി കുഞ്ഞ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ കട്ടെടുക്കുകയാണ് പാട്ടിലൂടെ. അത് ഈ പാട്ടിലൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചില ഏരിയകളിൽ ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ട്. അത് നീലഗഗന വനവീഥിയിൽ നിൽപ്പു എന്ന് പാടിയത് അസാധ്യമായിരുന്നു. പിന്നെ ആരുടെ കനക മനോരഥമേറി ആരുടെ രാഗപരാഗം തേടി, അതായിരുന്നു ചരണത്തിന്റെ. അതാണ് മധുങ്ങൾ പറയുന്നതായിട്ടല്ലേ, അത് നമുക്ക് അറിയാതെ നമുക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അത് പാടിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു എക്സ്പ്രഷൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് സൂപ്പർബാണ്. പിന്നെ ഈ സ്വപ്നം കാണുവതാരെ താഴെ പാടിയില്ലേ, അതൊന്നുകൂടെ ഒന്ന് പാടിക്കാമോ? അവിടെ മാത്രം കുറച്ചും കൂടെ മൈക്ക് അടുപ്പിക്കാമോ? കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതുപോലെ വർഷങ്ങൾ പോകുവതറിയാതെ എന്നുള്ളത് ഒന്നും പാടാമോ? വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറി എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കട്ട് ചെയ്യുന്നില്ലേ? ഇപ്പൊ കട്ട് ചെയ്ത പോലെ തന്നെ അപ്പോഴും കട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഈ കുഞ്ഞ് ലങ്സ് അല്ലേ, അതെ. ആ സംഗതി ഇപ്പൊ രണ്ടാമത് പാടിയപ്പോഴത്തേക്കും ഒരു കൊതിക്ക് വേണ്ടി കേൾക്കാൻ പറഞ്ഞാണേ, അവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റി. സാരമില്ല, പക്ഷെ ഒറിജിനൽ നന്നായിരുന്നു. വെയിലറി അങ്ങനെ കട്ട് ചെയ്യാതെ പാടിയാൽ ഏറ്റവും നന്നായിരിക്കും എന്ന് അങ്കിൾ പറയാനാണ് ആഗ്രഹിക്കണത് കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ സ്ലിപ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ദേവദാരു എന്ന് പാടുക, ദേവദാരു എന്ന് പാടണം. ദേവദാരു പാടൂ. ദേവദാരു ദാ സൂപ്പർ സൂപ്പർ ഡാ. ശിവകാമിക്കുട്ടി എന്ത് പറയാനാ, ഉഗ്രനായിട്ട് പാടി കാലക്കി. ജാനകിയമ്മ പാടിയിട്ടുള്ള ആ ഡീറ്റെയിൽസ് ഭൂരിഭാഗവും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ കുറച്ച് സ്ലിപ്പ്, അവരുടെ കുറച്ച് സ്ലിപ്പായിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ദേവദാരുവിൻ തണലിൽ, അത് ദേവദാരു ആ രണ്ടാമത്തെ അല്ലേ, അത് കുറച്ചൊന്ന് സ്ലിപ്പായിട്ടുണ്ട് ചെറുതായിട്ട്. അതുകൂടാതെ തുണ്ടുപല്ലവി, ആ ഫസ്റ്റ് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന സൂര്യകാന്തി, അതൊന്ന് പാടിയേ. സൂര്യകാന്തി സൂര്യകാന്തി സൂര്യ സൂര്യ താര സൂര്യ. അതൊന്ന് ക്ലാരിറ്റി വേണമെന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് ക്ലാരിറ്റി കുറവായിരുന്നു ടേക്കില്. ബാക്കിയെല്ലാം ചരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചരണം വളരെ മനോഹരമായി. പ്രത്യേകിച്ച് ആദ്യത്തെ ആരുടെ കനക മനോരഥമേറി ആരുടെ രാഗപരാഗം തേടി, ഫസ്റ്റ് ടൈം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും മിടുക്കിയാണ്, മിടുക്കി. വീണ്ടും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എപ്പോഴും ഇങ്ങനെ ഉറ്റുനോക്കും എന്താണ് പാടാൻ പോകുന്നത്, എന്താണ് നമുക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് കേൾക്കാൻ പറ്റുന്നത്. ശിവകാമിക്കുട്ടി പാടാൻ പോകുമ്പോൾ ആ ശബ്ദത്തിൽ, ആ യുണീക്കായിട്ടുള്ള നല്ല ടോണൽ ക്വാളിറ്റി ഉള്ള ആ ശബ്ദത്തിൽ എന്താണ് ആ കേൾക്കാൻ പോകുന്നത് എന്ന് ഇങ്ങനെ ഉറ്റുനോക്കും ഞാൻ. ഇങ്ങനെ എനിക്കിന്നും അത് കിട്ടി. എനിക്കിന്ന് ശിവകാമിക്കുട്ടിയുടെ അടുത്തുനിന്ന് എന്താണോ വേണ്ടത് അതുപോലെ എനിക്കൊരു പാട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. മിടുക്കിയായിട്ട് പാടി, മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഈ പറഞ്ഞ പോലെ ചരണത്തിൻ്റെ ആ ഫസ്റ്റ് ലൈൻ അതിഗംഭീരമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ശിവകാമിക്കുട്ടിയുടെ റേഞ്ച്
ശിവഗാമി കുട്ടിക്ക് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് നാച്ചുറലി ഉള്ള ഒരു കുട്ടിയാണ്. ഒത്തിരി സ്പെഷ്യാലിറ്റീസ്. അതിപ്പോൾ എണ്ണി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ബോഡി പോസ്ചറൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം ഒരുപാട് ആൾക്കാരുടെ. അല്ലെങ്കിൽ ഹൈ പാടുമ്പോഴത്തേക്ക് ബേസ് പാടുമ്പോഴത്തേക്ക് തല ഇങ്ങനെ ആയി പോവുക, ഷോൾഡർ ഇതായി പോവുക, ഇങ്ങനത്തെ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം ഒരുപാട് ആൾക്കാരെ. ശിവഗാമി കുട്ടിയുടെ വോയിസിലും ശിവഗാമി കുട്ടിയുടെ ശരീരഭാഷയൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ സിംഗിങ്. പാട്ട് പാടാനായിട്ട് നമ്മുടെ മുന്നിൽ വന്ന ഒരു കുട്ടിയാണ് ശിവഗാമി കുട്ടി. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന്. സോ ബ്യൂട്ടിഫുൾ. ശബ്ദ സൗന്ദര്യം. അതെ അതെ, അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ എം ജെ സാർ, അത് ഇറ്റ്സ് സംതിങ് എൽസ്, വേറെ എന്തോ ആണ്. ഇറ്റ്സ് സോ ഡിവൈൻ കേട്ടോ. മിടുക്കിയായിട്ട് പാടി. കുഞ്ഞു ആ ഒരു സ്ലിപ്സും ബ്രെത്ത് എടുക്കാൻ ആ വെയിലറിയാതെ എടുത്തതൊക്കെ അങ്ങനത്തെ കുഞ്ഞു മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അല്ല, കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ മീനുകുട്ട നമുക്ക് ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല 10 വയസ്സുള്ള ഒരാൾ പാടുന്നത്. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഏതോ ഒരു പാട്ടുകാരി പാടുന്ന പോലെയാ. അപ്പൊ മാത്യു സാർ എന്തോ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ നമ്മുടെ ശിവഗാമി കുഞ്ഞിന് വേണ്ടിയിട്ട്? അപ്പൊ തീർച്ചയായിട്ടും അത് കൊടുക്കാം. ശിവഗാമിക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ 2 ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് എന്റെ 2 ചങ്കുകൾ ഓർക്കസ്ട്രയിലുണ്ട്. അപ്പൊ മാത്യു സാറിന് മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ ശിവഗാമി കുഞ്ഞിന് വി ആർ ഗോയിങ് ടു അവാർഡ് 99 on 100 ടുഡേ. പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ നമ്മുടെ ശിവഗാമി കുട്ടി. നമുക്ക് മാത്യു സാറിനെ കൊണ്ട് തന്നെ ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു ശിവഗാമി കുട്ടി. പിടിക്കാൻ പറ്റുമോ? ഓക്കെ.